അർജുൻ്റെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു. അവന് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ കടമ്പ കഴിഞ്ഞു കിട്ടി. ഇനി 4 മാസം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അവൻ ജ്വാലയോട് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു. അവൾ എല്ലാം കേട്ടെങ്കിലും റിപ്ലൈ അയച്ചില്ല. പിറ്റേന്ന് വൈകുന്നേരം ജ്വാല സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ റോക്കി കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഹാജരുണ്ട്. അവൾ ഒരു നിമിഷം കണ്ണടച്ചു. പിന്നെ ദീർഘനിശ്വാസത്തോടെ വണ്ടിയെടുത്തു. ഗേറ്റിന് പുറത്തെത്തിയപ്പോൾ തന്നെ റോക്കി കൈ നീട്ടി വണ്ടി നിർത്തിച്ചു. റോക്കി കാണാതെ ജ്വാല ഫോണിൽ അർജുനെ കോൾ വിളിച്ചു കയ്യിൽ പിടിച്ചു. അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. അവന് അത്ഭുതമായിരുന്നു. അവൾ ഇതുവരെ തന്നെ വിളിച്ചിട്ടുമില്ല. താൻ വിളിച്ചാൽ കോൾ എടുക്കാറുമില്ല. മെസ്സേജ് അയച്ചാൽ തന്നെ നോ റിപ്ലൈ. ഇന്നെന്തു പറ്റി അവൾക്ക്? അപ്പോൾ തന്നെ ഫോണിൻ്റെ മറുപുറത്ത് നിന്ന് ഒരാണിൻ്റെ ശബ്ദം കേട്ടു. അർജുന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും അവൻ കാതോർത്തു. ജ്വാല ഒന്നും മിണ്ടാതെ നിന്നു. ഇച്ചായൻ്റെ കൊച്ചിനെ കുറേയായല്ലോ കണ്ടിട്ട്. എന്തോ ഒരു മാറ്റം പോലെ ഇച്ചായന് തോന്നുന്നുണ്ട്. റോക്കി അവളെ അടിമുടി ഒന്ന് നോക്കി. നല്ല കട്ടിയുള്ള വളയൊക്കെ ഉണ്ടല്ലോ. ഇത് പുതിയതാ? ഇച്ചായന് നല്ല സ്ത്രീധനം വേണം ട്ടോ. ഇപ്പോഴേ ഓരോന്ന് വാങ്ങിയിട്ടോ. ടൗണിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു വിശേഷം? ഞാൻ അറിഞ്ഞു. റോക്കി ഒരു ചൂണ്ടയിട്ട് നോക്കി. അവൾ പേടിച്ചു. ശരിക്കും ഇയാൾ എല്ലാം അറിഞ്ഞോ? അത് ഏട്ടൻ്റെ കല്യാണ നിശ്ചയം. അവൾ വിക്കി. ഓ അതായിരുന്നോ? ഞാൻ കരുതി എന്നോട് പറയാതെ നിൻ്റെ കല്യാണം ഉറപ്പിച്ചുന്ന്. എന്തായാലും എൻ്റെ ഒരേ ഒരു അളിയൻ്റെ നിശ്ചയത്തിന് എന്നെ വിളിച്ചില്ല. ആ പോട്ടെ, കല്യാണം നമുക്ക് ജോറാക്കാം, റോക്കി പറഞ്ഞു. അപ്പോൾ തന്നെ സച്ചിൻ്റെ പോലീസ് ജീപ്പ് അവിടെ ബ്രേക്കിട്ടു. ജ്വാല അവനെ കണ്ടപ്പോൾ തന്നെ ഫോൺ ഓഫാക്കി വണ്ടിയെടുത്തു. സച്ചിൻ അവളുടെ പിന്നാലെ തന്നെ ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞു. റോക്കി മുഷ്ടി ചുരുട്ടി ജിപ്സിയുടെ ബോണറ്റിലിടിച്ചു. ഇവൻ എന്തിനാ എപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നത്? റോക്കിക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് അന്വേഷിക്കണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. വീടിൻ്റെ ഗേറ്റ് വരെ സച്ചിൻ കൂടെ ചെന്നു. അന്ന് രാത്രി പവിയും സൂര്യനും ജ്വാലയുടെ റൂമിൽ ചെന്നു. കൂടെ സീതയുമുണ്ട്. ജ്വാല പഠിക്കുകയായിരുന്നു. മോളെ, പവി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നാളെ ലീവ് എടുക്ക്. അർജുനും കുടുംബവും ഇന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. നാളെ ഡ്രസ്സും ആഭരണങ്ങളും എടുക്കാൻ പോകണം. അവർ ഇന്നലെ വിളിച്ചിരുന്നു സമ്മതം ചോദിക്കാൻ. അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. അവൾ തലയാട്ടി. പവിയും സീതയും തിരിച്ചുപോയി. സൂര്യൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. എന്താ ഏട്ടാ, ഇന്ന് റോക്കി വന്നിരുന്നു അല്ലേ? എന്നോട് സച്ചി പറഞ്ഞു. അർജുനും വിളിച്ചു പറഞ്ഞു. അവൾ മൂളി. പേടിക്കേണ്ട. അല്ല, നിനക്ക് പേടിയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിന്നെ അവനറിയില്ല അല്ലേ ആ റോക്കിക്ക്? സൂര്യൻ തമാശയോടെ ചോദിച്ചു. ഇപ്പോൾ വലിയ ശല്യമില്ല. ഉണ്ടാവുമ്പോൾ ഞാൻ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. ഓക്കെ പറഞ്ഞുകൊണ്ട് സൂര്യൻ ജ്വാലയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ അവളുടെ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, കിടന്നോ, ഗുഡ് നൈറ്റ്. അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി. ജ്വാല കിടന്നു. ആ അർജുൻ തെണ്ടി നാട്ടിൽ വന്നിട്ട് ഒരു മെസ്സേജ് പോലും ഇട്ടില്ല. ഒന്ന് അറിയിച്ചതുപോലുമില്ല. അല്ലെങ്കിൽ വന്നതും പോയതും എല്ലാം മെസ്സേജ് ഇടുന്നവനാണ്. നാളെ കാണുമല്ലോ. ഞാൻ മിണ്ടില്ല, മൈൻഡ് ചെയ്യില്ല, നോക്കിക്കോ, ജ്വാല തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങി. അരമണിക്കൂർ കൊണ്ട് ടൗണിലെ വലിയ ടെക്സ്റ്റൈൽസിൽ എത്തി. അർജുനും സംഘവും കാത്തുനിന്നിരുന്നു. ജ്വാല കാറിൽ നിന്നിറങ്ങിയതു മുതൽ അർജുൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷേ ജ്വാല അവനുള്ള ഭാഗത്തേക്ക് നോക്കിയത് കൂടിയില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അറിയാത്ത പോലെ ജ്വാല സിന്ദുരയുടെ അടുത്തേക്ക് പോയി. അവരുടെ അടുത്തു തന്നെ ആനന്ദിൻ്റെ ഭാര്യ റോഷ്നയും ഉണ്ടായിരുന്നു. ജ്വാല അവളെ പരിചയപ്പെട്ടു. പിന്നെയും അർജുൻ അവളുടെ അടുത്തെത്തിയപ്പോൾ ജ്വാല സഞ്ജയുടെയും അക്ഷയുടെയും അടുത്തേക്ക് പോയി സംസാരിച്ചു. അർജുന് കാര്യം മനസ്സിലായില്ല. ഇവളിങ്ങനെ പെരുമാറാൻ എന്താ ഇപ്പോൾ സംഭവിച്ചത്? അവൻ ഓർത്തു നോക്കി. വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു അവോയ്ഡിങ് മീ? അർജുൻ അവളെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നലെ നാട്ടിലെത്തിയിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച കാര്യവും പറഞ്ഞില്ല. അല്ലെങ്കിൽ നിന്നതും ഇരുന്നതും എല്ലാം മെസ്സേജ് ഇടുന്നതാ? ജ്വാല മുഖം വീർപ്പിച്ചു. അർജുൻ ചിരിച്ചുപോയി. അത് ഇന്ന് നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ? അർജുൻ ക്ഷമാപണ ഭാവത്തോടെ പറഞ്ഞു. എന്നിട്ട് മറ്റുള്ളവരൊക്കെ കാര്യം അറിഞ്ഞല്ലോ? ജ്വാല ചോദിച്ചു. പിന്നെ അവരോട് പറയണ്ടേ?
അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല കുതറി മാറി. എല്ലാവരും വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് കയറി. സഞ്ജയിയെ തിരിച്ചറിഞ്ഞ മാനേജർ അയാൾക്ക് പ്രത്യേക പരിഗണന നൽകി. ആദ്യം തന്നെ ജ്വാലയ്ക്കുള്ള സാരി നോക്കി. ഡാർക്ക് മെറൂൺ മതിയെന്ന് അർജുൻ പറഞ്ഞു. സെയിൽസ് ഗേൾസ് അതേ നിറത്തിലുള്ള പല മോഡൽ സാരികൾ എടുത്ത് നിരത്തി. ഡാർക്ക് മെറൂൺ സാരിയിൽ ഫുൾ സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു സാരി അർജുൻ എടുത്തിട്ടു. അത് എല്ലാവർക്കും ഇഷ്ടമായി. അശ്വതിയും അമ്മയും അച്ഛനും ഏട്ടനും അപ്പോഴേക്ക് വന്നു. അതേ ടൈപ്പ് സാരി തന്നെ അശ്വതിക്കും എടുത്തു. ബാക്കി എല്ലാവർക്കും അതേ നിറത്തിലുള്ള സാരി എടുത്തു. പിന്നീട് ജെൻസ് വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് പോയി. അർജുന് ഡാർക്ക് മെറൂൺ വെൽവെറ്റിൻ്റെ ഷെർവാണി എടുത്തു. സെയിം മോഡൽ സൂര്യനും എടുത്തു. ബാക്കി എല്ലാവർക്കും മെറൂൺ കളർ ഷർട്ടും കസവു കരമുണ്ടും എടുത്തു. ബില്ല് പേ ചെയ്തു അവിടെ നിന്നിറങ്ങി. നേരെ ഹോട്ടൽ. ജ്വാലയുടെ അടുത്തായിരുന്നു അർജുൻ ഇരുന്നത്. ഓപ്പോസിറ്റ് സൂര്യനും സച്ചിനും. എല്ലാവരും അവരവർക്ക് വേണ്ടത് വാങ്ങിക്കഴിച്ചു. സൂര്യനും സച്ചിനും അന്തം വിട്ടിരിക്കുകയായിരുന്നു. ജ്വാലയുടെ മിതമായ ഭക്ഷണ രീതി കണ്ടിട്ട് ആവശ്യത്തിന് മാത്രം അവൾ വാങ്ങിക്കഴിച്ചു. ഇനി എന്തെങ്കിലും വേണോന്ന് ഇടയ്ക്കിടെ അർജുൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. വേണ്ടെന്ന് അവളും പറഞ്ഞു. അവൾക്ക് ഇങ്ങനെ ഡീസൻ്റായി പെരുമാറാനും അറിയോ? സച്ചിൻ വളരെ മെല്ലെ സൂര്യനോട് ചോദിച്ചു. അതാ ഞാനും ആലോചിക്കുന്നത്, സൂര്യനും പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം നേരെ ജ്വല്ലറി. ഡു യു ലൈക്ക് മോർ ഗോൾഡ്? അർജുൻ ചോദിച്ചു. നോ, ജ്വാല പറഞ്ഞു. ദെൻ ജസ്റ്റ് എ ലിറ്റിൽ ഗോൾഡ് ഈസ് ഇനഫ്, ഓക്കെ? അർജുൻ പറഞ്ഞു. ഓക്കെ, അവൾ സമ്മതിച്ചു. അവൾ അത് സൂര്യനോട് പറഞ്ഞു. പക്ഷേ സൂര്യൻ സമ്മതിച്ചില്ല. അങ്ങനെ 100 പവൻ സ്വർണം ജ്വാലയ്ക്ക് വേണ്ടി എടുത്തു. അശ്വതിക്ക് അവളുടെ വീട്ടുകാർ ആദ്യം തന്നെ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ താലിയും വാങ്ങി. 6 പവൻ്റെ താലിയാണ് അർജുൻ എടുത്തത്. അതും അവളുടെ ഇഷ്ടം നോക്കി. അവളല്ലേ ഇടേണ്ടത്. സൂര്യനും അശ്വതിയുടെ ഇഷ്ടം നോക്കി 6 പവൻ്റെ താലി എടുത്തു. പേരും എഴുതിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് അർജുൻ പവിയുടെയും മഹിയുടെയും സമ്മതം വാങ്ങി ജ്വാലയെയും കൊണ്ട് ബീച്ചിൽ പോയി. അവളുടെ പിണക്കം എങ്ങനെയും മാറ്റണം. പക്ഷേ ജ്വാല മനഃപൂർവ്വം പിണങ്ങി തന്നെ നിന്നു. അർജുൻ എന്ത് പറഞ്ഞിട്ടും അവൾ അയഞ്ഞില്ല. ജ്വാല അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിപ്പോയി. ആശാൻ്റെ പെണ്ണ് ഒരുത്തൻ്റെ ഒപ്പം ഇവിടെ ബീച്ചിലുണ്ട്, വേഗം വാ, റോക്കിയുടെ കൂട്ടുകാരിൽ ഒരാളായ ജോബി പറഞ്ഞു. റോക്കി അപ്പോൾ തന്നെ ബീച്ചിലെത്തി. അർജുൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയ ജ്വാല വന്നു പെട്ടത് റോക്കിയുടെ മുന്നിൽ. അതാരാടി? കണ്ണിൽ കണ്ടവൻ ഒപ്പം അഴിഞ്ഞാടുകയാ നീ അല്ലേ? ജ്വാലയോട് റോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ്റെ കണ്ണ് ചുവന്നിരുന്നു. ജ്വാല വിറച്ചുപോയി. പെട്ടെന്ന് അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ? അവൻ ആരാണെന്ന് റോക്കി ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതെൻ്റെ റിലേറ്റീവാ, അവൾ പറഞ്ഞൊപ്പിച്ചു. റോക്കിക്ക് സമാധാനമായി. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം? ഇത്രയും ക്ലോസ് ആവാൻ മാത്രം? റോക്കി നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അത് അമ്മാവൻ്റെ മകൻ, അവൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവനെ കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നില്ലല്ലോ, റോക്കി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. അവർ ഡൽഹിയിലാ താമസം. ഇന്നലെ ഇവിടെ വന്നതാ. അവർക്ക് ഇവിടെ റൂട്ട് പരിചയമില്ല. അതുകൊണ്ട് ഇവിടെ ചുറ്റിക്കറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മാവനും എൻ്റെ കൂടെ അയച്ചതാ, ജ്വാല പറഞ്ഞൊപ്പിച്ചു. ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവരുത്. കല്യാണം കഴിയുന്നത് വരെ ഒന്നും റോക്കി അറിയരുത്. ഓക്കെ, എന്നാൽ അധികം ചുറ്റിക്കറങ്ങാതെ പോകാൻ നോക്ക്. പിന്നെ അവനോട് അധികം ക്ലോസ് ആവാൻ നിൽക്കണ്ട, പറഞ്ഞുകൊണ്ട് റോക്കി തിരിച്ചു നടന്നു. അപ്പോഴേക്കും അർജുൻ അങ്ങോട്ട് വന്നു. ഹൂ ഈസ് ദാറ്റ് ഗൈ? വാട്ട് ഈസ് ദ മാറ്റർ? കണ്ടിട്ടൊരു റൗഡിയെ പോലെ ഉണ്ടല്ലോ, അർജുൻ ചോദിച്ചു. അതാണ് നിങ്ങൾ കണ്ടിട്ട് ഒരു താങ്ക്സ് പറയണമെന്ന് പറഞ്ഞ വ്യക്തി, നമ്മുടെ കല്യാണം നേരത്തെയാവാൻ കാരണക്കാരൻ, റോക്കി. എന്നെ ഹരാസ് ചെയ്യുന്ന ഗുണ്ട, ജ്വാല പറഞ്ഞു. ഡാമിറ്റ്, മിസ്സായി പോയല്ലോ. അർജുൻ നിരാശയോടെ വലതു കൈ ചുരുട്ടി ഇടതു കൈപ്പത്തിയിലിടിച്ചു. ഇവിടെ വച്ചൊരു പ്രശ്നം വേണ്ട, ജ്വാല പറഞ്ഞു. ഓക്കെ, നിന്റെ പിണക്കം മാറിയല്ലോ, എനിക്കത് മതി, വാ പോകാം. അർജുൻ അവളെയും കൂട്ടി മുന്നോട്ട് നടന്നു. വലിയൊരു പ്രശ്നം ഇങ്ങനെ പോയതിൽ ജ്വാലയ്ക്ക് ആശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അർജുൻ്റെ മനസ്സിൽ റോക്കിയുടെ മുഖം തെളിഞ്ഞു നിന്നു. നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ റോക്കി? എന്നിട്ടേ ഞാൻ ഇനി തിരിച്ച് ഡൽഹിക്ക് പോകുന്നുള്ളൂ, അവൻ മനസ്സിൽ തീരുമാനമെടുത്തു. അർജുൻ ഒരു ടാക്സി വിളിച്ചു. ജ്വാലയെ അവളുടെ വീടിൻ്റെ മുന്നിലിറക്കി.
അവൾ വീട്ടിലേക്ക് കയറിപ്പോയതിനു ശേഷമാണ് അർജുൻ പോയത്. അവൻ അക്ഷയയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽസിൽ മുന്നിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ നിന്ന് അർജുൻ ബ്ലാക്ക് ഹുഡി വാങ്ങി. ബ്ലാക്ക് ഹാറ്റും ബ്ലാക്ക് ബൂട്ടും വാങ്ങി അവൻ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. സോജൻ അർജുൻ്റെ കൂട്ടിലിട്ട വെരുകിൻ്റെ അവസ്ഥ കാണുന്നുണ്ടായിരുന്നു. അവൻ കാര്യം അന്വേഷിച്ചു. ആദ്യം പറഞ്ഞില്ലെങ്കിലും പിന്നെ അർജുൻ എല്ലാം തുറന്നു പറഞ്ഞു. സോജൻ അവൻ്റെ ഒപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. രാത്രി 8 മണിയായപ്പോൾ അർജുനും സോജനും ആദത്തിൻ്റെ ബൈക്കുമെടുത്ത് റോക്കിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. റോക്കി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കൂട്ടുകാരൊക്കെ അപ്പോൾ പോയതേയുള്ളൂ. അർജുൻ ശബ്ദമുണ്ടാക്കാതെ വാതിലിൽ തട്ടി. റോക്കി കിടന്നിരുന്നു. ജ്വാലയെ സ്വപ്നം കാണുന്നതിനിടയിൽ ആണ് വാതിലിൽ തട്ട് കേട്ടത്. അവൻ തെറി വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഇടിയുടെ പൊടിപൂരമായിരുന്നു. അർജുനും സോജനും തങ്ങളുടെ ദേഷ്യം മുഴുവൻ റോക്കിയിൽ തീർത്തു. അവർ പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല. ഫുൾ ബ്ലാക്ക് ഡ്രസ്സുമായിരുന്നു. ബൂട്ട് കൊണ്ടുള്ള ചവിട്ട് റോക്കിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു പഴംതുണിക്കെട്ട് പോലെ റോക്കി ഒന്ന് അനങ്ങാൻ വയ്യാതെ നിലത്ത് കിടന്നു. അർജുനും സോജനും തിരിച്ചുപോയി. റോക്കി അവിടെ തന്നെ കിടന്നു. പിറ്റേന്ന് നേരം വെളുക്കുന്നതുവരെ. രാവിലെ 8 മണിയോടെ റോക്കിയുടെ കൂട്ടുകാരാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഡോക്ടർ അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നാലും ആശാനെ ഈ പരുവത്തിൽ ആക്കിയത് ആരായിരിക്കും? അവർ തമ്മിൽ ചോദിച്ചു. എന്തായാലും ആശാൻ ഇപ്പോൾ അടുത്തൊന്നും എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജോബി പറഞ്ഞു.